വാ രാജ. രാജ. ഓ അല്ലാ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, പാഹന്മാരാരും വന്നിട്ടില്ല. ചിലവര് സിനിമക്ക് പോവും, ചിലവര് മിനുങ്ങാൻ. ഒഴിവ് കിട്ടിയ മുഴുവൻ സമയവും ഉറങ്ങിക്കൊണ്ടുള്ള ആഘോഷമാണ് കുട്ടനായർക്കുള്ളത്. എത്ര ആളുണ്ട് ഇവിടെ? ഇപ്പൊ രാജനടക്കി 6-7 പേർക്ക് ഇവിടെ ഇതുപോലൊരു മുറി കിട്ടുക വെച്ചാ സ്വർഗമല്ലേ. ആ മമ്മൂക്കാടെ ആള് വന്നുവല്ലേ? വന്ന് ഒന്ന് എണീക്കുന്നു. പുതുതായിട്ടൊരാള് വന്നപ്പോഴാണ് നിങ്ങളുടെ ഒരു ഉറക്കം. ലോഞ്ചിൽ എത്ര ആള് വന്നു? 21 ആള്. സൈറ്റിലെ ട്രെയിനിങ് കിട്ടിയല്ലേ? ശരിയായ ദുബായിക്കാരനാവണമെങ്കിൽ ഈ പടികളൊക്കെ ചവിട്ടണം. നാട്ടില് സംഗതി വല്ലതും അറിയോ? സൂട്ട്, റേബോൺ കൂളിംഗ് ഗ്ലാസ്, ഫോറിൻ സിഗരറ്റ്, പ്ലെയിൻ ഇറങ്ങി വരുന്ന വരവ് കാണണ്ടേ? നാട്ടിൽ ജോലിയില്ലാത്ത പിള്ളേര് കാണുന്നത് ഇതല്ലേ? കയ്യിലൊരു നാഷണൽ പാനസോണിക്, അത് മമ്മൂക്ക വിട്ടുപോയി. ആ ജോലി ചെയ്താൽ കാശ് കിട്ടും, അത് നേരാ. ചോര നീരാക്കാൻ ഒരുക്കമുള്ളവർക്ക് ഇവിടെ രക്ഷയുള്ളൂ. വരുമ്പോഴേക്കും 4000-ഉം 5000-ഉം തന്ന് ജോലി തരാൻ അറബികൾ പിടിയും വലിയും നടത്തും. ഇതൊക്കെയായിരിക്കും നാട്ടിൽ ഇപ്പോഴും കഥ അല്ലേ? ഇവിടെയും സ്ഥിതി മാറിയെന്നറിയാഞ്ഞിട്ടല്ല. എന്തെങ്കിലും തരികട ഒപ്പിച്ചിട്ടുണ്ടാവും. മമ്മൂക്കയല്ലേ ആള്. ആകെ കുഴപ്പത്തിലാണ് എന്റെ കുട്ടനായരെ. ഗുരുവായൂർക്കാരൻ പണിക്കര് വഴി 5-8 പേരെ ഓരോ സ്ഥാനത്ത് കയറ്റി. ഇനി അങ്ങോട്ട് അടുത്തുകൂടാ. മേനോൻ വഴി 3-4 പേർക്ക് ജോലി കൊടുത്തു. ഇനി ആ വഴി കടക്കാൻ പാടില്ലെന്നാണ് കണ്ടീഷൻ. കണ്ടാ കുറച്ചാണ്. ഇതൊക്കെയാണെങ്കിലും ആള് ശുദ്ധനാണ് കേട്ടോ. ഇവിടെ കുറെയൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോഴിവിടെ വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന പലരുടെയും ക്വാളിഫിക്കേഷൻ എന്താ? തലയിലേക്കാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. പടച്ചോണ വേണ്ടോടത്ത് ഒപ്പിട്ട അവൻ കരപറ്റും. ഇത്തവണ നമ്മൾ വേറൊരാളെ നോക്കി വെച്ചിട്ടുണ്ട്. രാജന്റെ തലയിലേക്കിന്റെ ബലം പോലെ ഇരിക്കും ബാക്കി കാര്യം.